ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് റോള ഷെരീഫിലേക്കുള്ള വീഡിയോ ആണ്. അപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നോക്കണ്ട, ഭയങ്കര വെയിലാണ്. അടുത്തുമ്പോ ഊരാ പുടുത്തമുട്ട വെയിലാണ്, പുടുത്തമുട്ട തിരക്കുമാണ്, രണ്ടും പാടുണ്ട്. അപ്പൊ റൂമിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി, ബാക്കിയുള്ള കട കടന്നുറങ്ങുന്നുണ്ട്. റൂമും കാര്യങ്ങളും തിരിച്ചു വന്നിട്ട് കാണിച്ചു തരാം. കുഴപ്പമില്ലാത്ത റൂമൊക്കെ കിട്ടിയിട്ട് പോവും. അപ്പൊ അവിടെ പോയേക്ക്. അപ്പൊ ഊറിന്റെ സമയമാണ്, ഊറുസ്കാരം തുടങ്ങി. അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇതിന്റെ മുന്നത്തെ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ ലിങ്ക് താഴെ ഉണ്ടാവും. പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ഇറക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോ കിടക്കാം. വഴിയോര കച്ചവടം, തസ്ബീഹ് മാല. അങ്ങനെ ഞങ്ങൾ നടന്ന് പള്ളിയിലെത്താനായി. ഇവിടൊക്കെ ഷോപ്പുകൾ ഉണ്ട്. സൈഡിലാണ് ഫുള്ള് ഷട്ടർ ഷോപ്പുകളാണ്. ഇതൊന്നും ഓപ്പൺ അല്ല, നോമ്പായിട്ടാണോ ഇനി സ്ഥല ടൈം ആയിട്ടാണോ അറിയത്തില്ല. അവിടൊക്കെ വലിയ ബിൽഡിംഗ് കാര്യങ്ങൾ. അത് ഏതായാലും നമുക്ക് അങ്ങനെ നടന്നു പോവാം. കെട്ടിട്ട് ശരിയാണില്ലല്ലേ. ഇവിടുത്തെ രസകരമായ ഒരു കാഴ്ച. അടിയിലൂടെ നമ്മൾ നേരെ റോള ഷെരീഫിലേക്ക്. കടകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട. അവിടെ എങ്ങനെയാണ്, ഭയങ്കര വെയിലാണ്, ഭയങ്കര തിരക്കുമാണ്. പുറത്തുനിന്നുള്ള വിഷ്വല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഉള്ളിലേക്ക് കയറാൻ നമുക്ക് കഴിയില്ല, കാരണം ബുക്ക് ചെയ്യണം. നമ്മള് ബുക്ക് ചെയ്തിട്ടില്ല, നമ്മളെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കയറാൻ കഴിയില്ല. أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحاضرين أنت هاد وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك. ارتوي بالحب قلبي حب خير رسل ربي من به أبصرت دربي يا شفيعي يا رسول الله أيها المختار فينا زادنا الحب حنينا جئتنا بالخير دينا يا ختام المرسلين
لينا يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحاضرين أنت هاد وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك ارتوي بالحب قلبي حب അങ്ങനെ ഞങ്ങൾ കുറേ പുറത്തത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കണ്ട് അസർ ബാങ്ക് കൊടുത്തപ്പോൾ അങ്ങനെ ഉള്ളിലത്തെ കഴിഞ്ഞ് നിസ്കരിക്കാനുള്ള ടൈമായിട്ട്. അപ്പോൾ അസർ ബാങ്കിൻ്റെ ടൈമാണ്. അപ്പോൾ അസർ നിസ്കരിക്കാൻ വേണ്ടിയുണ്ട് എല്ലാവരും ഒരുങ്ങാണ്ടോ. അപ്പോൾ തുടങ്ങിയിട്ടില്ല, ബാങ്ക് കൊടുത്തപ്പോൾ എണീറ്റ് നിന്നാട്ടോ, അതാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ അസർസ്കാരം കഴിഞ്ഞ് നിങ്ങളവിടെയൊക്കെ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് ആ ഭാഗത്തൊക്കെ പോയി കുറച്ച് ഷൂട്ടുകളൊക്കെ എടുത്ത് അതൊക്കെ ഇതിലിങ്ങനെ മിക്സാക്കി അങ്ങനെ വരാം. പിന്നെ മരിവാൻ കൊടുക്കുന്നവരും സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടോ, കാരണം നോമ്പ് തുറ അവിടെ നിന്ന് ആക്കാൻ കയറി. നോമ്പ് തുറക്കാൻ റൂമിലുണ്ട് സാധനം, റൂമിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് നോമ്പ് തുറന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് കരുതി ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ അതാണ് കേട്ടോ, ഓരോരോ ഓരോരോ വരികളുണ്ടല്ലോ, കുറഞ്ഞ സ്ഥലങ്ങൾ ഓരോരോ ഫാമിലിക്ക് എന്നിട്ട് നമ്മൾ കേട്ടത്. എങ്ങനെ കറക്റ്റ് അറിയില്ല, ഏതായാലും നമ്മൾക്ക് മനസ്സിലായത് ഓരോരോ 2 വരികളൊക്കെ ആയിട്ട് ഒരു 4-5 ആൾക്കാർ ഇങ്ങനെ ഏറ്റെടുക്കുക കേട്ടോ. ഏറ്റെടുക്കുക ഇതേമാതിരി എല്ലാവർക്കും ഒരു പാക്ക് ഉണ്ടാവും. ആ പാക്കിൽ ഇതാ ഈത്തപ്പഴമുണ്ട്, പിന്നെ അതേപോലെ ഒരു ചെറിയ വള്ളമുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. 2 പാക്ക് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ഡിഷു ആണ്, ഒന്നൊരു സൈസ് പൊടി. അത് എന്താണെന്ന് ആരെങ്കിലും അതിൻ്റെ പേരറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ, നമുക്കെന്താ മനസ്സിലായില്ല. അപ്പോൾ ഇതാ എല്ലായിടത്തും അതേമാതിരി എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇത് മൊത്തമായിട്ട് അത്ര ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്, ആയിരക്കണക്കിന് അല്ല, അത്രയൊന്നും ഇപ്പോൾ പറയാനുള്ളത് അറിയില്ല. അപ്പം ഇങ്ങനെ പെട്ടി ഇതിൻ്റെ മുന്നേ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ പെട്ടി ഇങ്ങനെ വെച്ചാൽ ഫുള്ള് ഇതേമാതിരി പാക്ക് ചെയ്യുന്നു കേട്ടോ, അങ്ങനത്തെ പാക്കുകൾ. പിന്നെ നമുക്കിതാ ഗാവ, അതിക്കൊരു ബ്രെഡ്, പിന്നെ ഒരു കുബൂസല്ല ഒരു ബെന്ന്, ഇതൊക്കെ കിട്ടിയിട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരാണ്. പിന്നെ ചായ, പിന്നെ ഒരു ഇഞ്ചി കൊണ്ടിട്ടൊരു വെള്ളം. ഈ ഗാവിൻ ചായ, ഇഞ്ചി വെള്ളം, ഇങ്ങനത്തെ ഈ ഐറ്റംസുകളുണ്ട്. അത് ഓരോരുത്തർ കൊണ്ടിട്ടാണ്. ഈ പാക്കിലുള്ള സാധനം ബെന്നും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ ഉള്ള സാധനങ്ങളാണ് ആ സെഫ് നോക്കുന്ന ആൾക്കാർ ഓല് കൊണ്ടുതന്നെ തരുന്ന കേട്ടോ. അപ്പോൾ ഈ സാധനമാണ് ഞാൻ പറഞ്ഞ സാധനം. ഈ പൊടി തീ കിട്ടുകയാണ്, ഈ എന്താ കാട്ടറിയില്ല. അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ അതിലിട്ട് കണ്ട് പിന്നെ ഇതേമാതിരി സ്പൂണിട്ട് ഇളക്കി കഴിക്കാനുള്ളതാണെന്ന് മനസ്സിലായി. അതിലിട്ട് അപ്പോൾ കഴിക്കണില്ല, അപ്പോൾ കഴിക്കാനായില്ലല്ലോ, അവൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതിലിട്ട് അപ്പോൾ ഞാനും അതേമാതിരി ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഈത്തപ്പഴം കൊടുന്നു, അതൊക്കെ ഓല് കൊണ്ടുതന്നെ കേട്ടോ. പിന്നെ ആപ്പിള്, പുറത്തുകാല്, അത് നമ്മളെടുത്ത് എത്തിയില്ല, അപ്പുറത്ത് വരെ എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഓല് കൊണ്ടുതന്നെ ഓലൊരു കീസുണ്ട്, അതിൽ ജഗ്ഗും ഗ്ലാസും കണ്ടോ, ചായയും
ആയതൊക്കെ ഇതാ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇവരൊക്കെ നമ്മളെ ഇത് തപ്പ് നോക്കാണ്ടോ ഓല ഫ്ലാസ്കിൽ കൊണ്ടും അത് ആ വരികൾ ഇങ്ങനെ അപ്പുറത്തെ വരിക്ക് വേറെ ആൾക്കാർ അങ്ങനെ മാതിരി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നോമ്പ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തിറങ്ങിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടുത്തെ കുടകളൊക്കെ കാണാം എന്തോ ഒരു ഭംഗിയാണ്. അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്തു നിങ്ങൾക്ക് പാടം കാണിച്ചു തരാത്. എന്തോ ഒരു രസമാണെന്നോ അത് ഓട്ടോമാറ്റിക്കാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ പൊന്തനും ഇതൊക്കെ ഉള്ളൊരു ടൈമിൽ ഇവിടെ വെക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് ഒന്ന് കാണാൻ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ല അടിപൊളി കേട്ടോ. പിന്നെ പുറത്ത് കണ്ടിറങ്ങിയപ്പോൾ ഇതാണ്ടില്ല ഞങ്ങൾ ഇതെന്താണെന്നോ കോട പോലത് പൊടിക്കാറ്റാണ്. പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പൊടിക്കാറ്റ് തന്നെയാണ്. ഇടിയും പൊട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മഴ ചെന്നൊക്കെ കരുതി പൊടി എന്ന് പറഞ്ഞിട്ട് പൊടി ഇങ്ങോട്ട് അടിച്ചിട്ട് ഒരു രക്ഷയില്ല. നമ്മളൊക്കെ പാറിപ്പോൾ അമ്മമാരി കാറ്റും. ഇപ്പോൾ ഈ വോയിസ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇവിടെ റൂമിലൊക്കെ എത്തിയതിന് ശേഷമായിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതാക്കണത്. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം കാറ്റുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ആ കാറ്റിൻ്റെ സൗണ്ടും കേൾക്കുക. കാരണം റൂമിൽ നിന്ന് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അവിടെ ഒരു ഫോൺ വിളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് കൊടുത്തേന് അങ്ങനെ നേരെ പോയി റൂമിൽ പോയി കടന്നു. അപ്പോൾ നല്ല പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ശേഷം റൂമിലൊന്നും നല്ല ഭയങ്കര ഉണ്ടായി. ഇതൊന്നും ഉഷാറായിട്ടില്ല. ഞാൻ റൂമൊന്ന് കാണിച്ചത്. ഇതാണ് നമ്മളെ റൂം. 5 ആളുണ്ട് അവിടെ താഴത്തോട്ട്. കുഴപ്പമില്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് നേരെ ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഇനി പോയി വെക്കാം. മഴ പെയ്ത നേരത്തെ പോകാൻ പേടി മിന്നലും തൊക്കെ എന്റെ കാറ്റൊക്കെ. ഇപ്പൊ മഴ പെയ്യല്ല ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരാൻ കഴിയില്ലല്ലോ, ചെറുതായിട്ടുള്ളൂ. എന്റെ ഫീലുണ്ട്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. കാറ്റിപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. മയക്കാറുകളൊക്കെ ഉണ്ട്. മഴ പെയ്യാവും പക്ഷെ അത് അവിടെ നിന്നിട്ട് ഇപ്പൊ കുറച്ചെല്ലാം മഴ പെയ്തിട്ടില്ല. എടുത്തി ഒരു മഴയും മഴ കാണാം. നമുക്ക് ഏകദേശം പോയി വെക്കാം. ആരില്ല, എല്ലാരും തോന്നുന്നു. അതാ ഗൈസ് മഴ പെയ്തിട്ടാ. മഴ പെയ്തില്ല, ഒന്ന് സ്ട്രോങ് ആയതാ. എത്രത്തോളം എനിക്ക് കാണണ്ടറിയില്ല. പള്ളിക്കാരായാലും ഇറങ്ങാം, ആയിക്കോട്ടെ ഇറങ്ങും. നോക്കാം ഉണ്ടാവും. ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ഷോപ്പിൽ കയറി സാധനങ്ങളൊക്കെ. രണ്ട് ഈത്തപ്പഴം തിന്നാൻ വേണ്ടി വന്ന മനുഷ്യനാ. ആ രണ്ട് ഈത്തപ്പഴം തിന്നാൻ വന്ന മനുഷ്യനാ. 2 ചാക്ക് വാങ്ങി. മദീനത്തെ റൂമെന്ന വീട് വാങ്ങുന്നത്. ഇവിടെ തലേണയും ബെഡ്ഷീറ്റൊക്കെ പാക്ക് ചെയ്യണ്ടേ. കംപ്ലീറ്റ് തൊളി. കയറിയില്ലേ? ആ സ്ട്രോങ് ആണോ? അതാണ് ഞാൻ പറഞ്ഞു. ഇതില്ല, കട്ടിലില്ല, ഭയങ്കര സ്ട്രോങ് അത്. ഞാനിനി നേരെ പോട്ടെ, ലിഫ്റ്റ് തന്നെ പോവാമേ വരെ. ഇങ്ങനെ ഒരു ഡോർ കേട്ടോ. ഡോറ് തുറഞ്ഞ ബസ് സ്റ്റാർട്ട് ചെയ്തു. മഴയെല്ലാം പോയി. മഴ ഇടയ്ക്ക് ഇങ്ങനെ മിന്നലുണ്ട്. നാട്ടിൽ പോയി
നേരെ ദുബൈയിലോട്ട്. വേഗം മേലേക്ക് എല്ലാ സാധനങ്ങളും വെച്ച് അങ്ങനെ മദീനത്ത് നേരെ തിരിച്ചു. ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ഉൾഭാഗം. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുക കേട്ടോ. കുറച്ച് ആൾക്കാരും പാടെ വരാണ്ട്. അപ്പോൾ അതും പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഇനി നേരെ നമ്മളെ നാട്ടിലേക്ക്, നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ ഇന്നത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഇറങ്ങിയത്. ആ ഒരു ഉറക്കം ഇറങ്ങിയാണ്ട് ഇങ്ങോട്ട് നീച്ചു. പിന്നെ രാത്രി എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം, പുറത്തത്തെ കുറേ ലൈറ്റും കാര്യങ്ങളും. പിന്നെ അതാ അത്തായത്തിനുള്ള ടൈമായി. അപ്പോൾ അത്തായം കഴിക്കാൻ വേണ്ടി ഇതാ അതേപോലെ നെയ്ച്ചോറും കോഴിപ്പൊരിക്കേനി. അപ്പോൾ അവിടെ നിന്ന് തന്നെ നേരെ പള്ളിൻ്റെ അടുത്ത് നിർത്തിങ്ങനെ പിന്നെ നേരെ പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഇതാണ്. അതേമാതിരി രാത്രി ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പോയിരുന്ന വരിക്ക് കുറേ ബിൽഡിങ്ങും കുറേ ഇതേമാതിരി മരുഭൂമികളും. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് ആകുമ്പോൾ കാണിച്ചു തരാൻ. കുറേ എണ്ണം അവിടെ ഉറങ്ങുന്നുണ്ട്, ചിലർ കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നേരെ എൻ്റെ ബജ്ജിലൊക്കെ എത്തിയപ്പോഴാണ് കേട്ടോ ഈ ഷൂട്ട് എടുക്കുന്നത്. അപ്പോൾ അതുവരെ കുറച്ചേരൊക്കെ മയങ്ങും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെയൊക്കെ വീഡിയോയിൽ ഇടാമെന്ന് കരുതും. നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരായിരുന്നു. രാത്രി ഏതായാലും എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇതാ വരുന്ന വയ്യ ഏകദേശം ഇപ്പം ഞങ്ങളവിടെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുമായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് മക്ക് മദീനൊക്കെ പോയി നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ എത്തി. അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയിട്ടോ. അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. നല്ല മയക്കത്തിലൊക്കെ വണ്ടിയിൽ ഒന്ന് ഉറങ്ങുമ്പോൾ എണീക്കും, ഉറങ്ങുമ്പോൾ എണീക്കും, അങ്ങനെയൊക്കെ കഴിഞ്ഞതും ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും നമുക്കറിയാം. പിന്നെ ഷൂട്ടല്ലല്ലോ മെയിന്. എന്നാലും നമ്മൾ കുറേ ഉൾപ്പെടുത്തിക്കണം നമുക്കറിയണതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്നായിക്കോട്ടെ, അടുത്ത നല്ല വീഡിയോസൊക്കെ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.